ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ മൊബൈൽ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് ഇന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് സ്നാപ്സീഡ് ആണ്. അപ്പോൾ സ്നാപ്സീഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്താൽ, അല്ലെങ്കിൽ സ്നാപ്സീഡ് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇതാണ് സ്നാപ്സീഡ്. പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പം നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തെങ്കിലും കുറച്ച് ഡാർക്ക് എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഇന്നൊരു മൂഡി എഫക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൂഡി എഫക്റ്റ് ചെയ്യാൻ ലൈറ്റ് റൂമാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ്. എന്ന് വെച്ചാൽ ലൈറ്റ് റൂം നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ്, കളർ ഗ്രേഡിങ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്നാപ്സീഡ് വെച്ചിട്ട് ഒരു മൂഡി എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. ഗൈസ്, അപ്പം നമ്മുടെ സ്നാപ്സീഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോസ്. അപ്പം നിങ്ങൾ മൊബൈലിൽ സ്നാപ്സീഡ് എടുക്കുമ്പോൾ ഞാനിതിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടിയിൽ ഓപ്ഷൻസ്, ഇതിനകത്ത് കിടക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ സേവ് ചെയ്യുന്നത്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൾ ബോക്സ് ആണ്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അവർ തന്നെ തരുന്ന കുറച്ച് പ്രീസെറ്റുകളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ഫോണിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അടിയിൽ സ്റ്റൈല്, ടൂള്, എക്സ്പോർട്ട് അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ആദ്യമേ കുറച്ചും കൂടെ എളുപ്പമുള്ള മെത്തേഡിലാണ് ഞാൻ ഇന്ന് ഇത് മൂടി ഫോട്ടോ ആക്കുന്നത്. ആദ്യമേ ഞാൻ ടൂൾ ബോക്സ് എടുത്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത്, എന്നിട്ട് അതിനകത്ത് ഈ ആദ്യം കിടക്കുന്ന നോർമൽ മൂഡ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ കിടക്കുന്ന 3 ലൈൻസ്, അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ബ്രൈറ്റ്നെസ് ഒരു -13 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺട്രാസ്റ്റ് +4 ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഗ്രെയിൻ്റെ എമൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് വയ്ക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ ഈ ഫോട്ടോ സേവ് ചെയ്യുക, എന്നിട്ട് മണ്ടയിൽ എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുക്കുക. എന്നിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ആരോ എനേബിൾ ചെയ്തിട്ട് ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാല്യൂ 0 ആണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ പഴയ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ ഫോട്ടോ വരുന്നത് ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ നമ്മുടെ ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഇല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഇതുപോലെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇറേസ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഭാഗങ്ങളെല്ലാം തിരിച്ച് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ വേണം. ഇപ്പോൾ എവിടെയെങ്കിലും തെറ്റി പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അതിൻ്റെ വാല്യൂ ഒരു 100 ആക്കിയിട്ട് ഒന്നുകൂടെ റിമൂവ് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഫോട്ടോ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ബാക്ക് പോയതിന് ശേഷം നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഗ്രേഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് വേറെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കളറൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻറ്റേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടെന്ന നല്ലൊരെണ്ണം ചൂസ് ചെയ്യാം. സെലക്ട് ചെയ്യാൻ പോകണം. ബ്ലൂ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രൈറ്റ്നെസ് നമുക്കൊരു ഇത്ര മതി. സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റൈൽ സ്ട്രെങ്ത് ഇതിനകത്താണ് നമുക്ക് ഇതിൻ്റെ ഈ കളറിൻ്റെ ഡെപ്ത് ഒക്കെ അറിയാൻ പറ്റുന്നത്.
അപ്പോൾ ഞാനൊരു നോർമലായിട്ടാണ് +27 ഇതിൻ്റെ വാല്യൂ ഇട്ടേക്കുന്നത്. വിഗ്നേറ്റ് ഇത് ഞാനൊന്ന് കുറച്ച് ഡൗൺ ആക്കുവാണ്. +27 ഇതിൻ്റെ വാല്യൂ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വീണ്ടും ടിക്ക് കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് ലിസ്റ്റാക്കി പോയിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മുടെ മേളിൽ വന്ന ഫോട്ടോ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും മാറ്റാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇതിൻ്റെ വാല്യൂ 100 ആക്കിയിട്ട് വീണ്ടും നമ്മൾ മായ്ക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇതിനകത്ത് മൂടി ഫോട്ടോ എഡിറ്റിങ് കുറച്ചും കൂടെ എളുപ്പമാണ്. ലൈറ്റ് റൂമിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് നോക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ടുള്ള മൂടി ഫോട്ടോഗ്രാഫിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.